ഹലോ ഡ്യൂഡ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ നമ്മൾ നമ്മുടെ അടുത്ത ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുവാണ്. നിങ്ങൾക്ക് ഈ സ്ഥലം മനസ്സിലാക്കണല്ലോ, ഞാൻ വീണ്ടും നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്നിട്ടുണ്ട്. ഇപ്പം മോർണിംഗ് ആണ് കേട്ടോ. മോർണിംഗ് ഒരു 7:30 ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇത്തവണത്തെ ട്രിപ്പ് പവിഴപ്പുറ്റുകളുടെ നാട്ടിലേക്കാണ്. പവിഴപ്പുറ്റുകളുടെ നാട്, അല്ലെങ്കിൽ ടർക്കോയിസ് ലഗൂണുകളുടെ നാട്, ബ്ലൂ ലഗൂണുകളുടെ ഒക്കെ നാട് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ലക്ഷദ്വീപ്. ഇപ്പൊ ഭയങ്കര കോൺട്രവേഴ്സി ആയിട്ടുള്ള ഒരു സ്ഥലമാണല്ലോ നമ്മുടെ ഇന്ത്യയിലെ ലക്ഷദ്വീപ്. അതായത് നമ്മുടെ മോദിജി പോയിട്ട് ഭയങ്കര ഒരു പിക്കും ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട് മാൽഡീവ്സിനൊക്കെ വെല്ലുവിളിച്ച് ഭയങ്കര കോൺട്രവേഴ്സി ഉണ്ടാക്കിയ ഒരു സ്ഥലത്തേക്കാണ് നമ്മുടെ ഇത്തവണത്തെ ട്രിപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഈ ട്രിപ്പിന് ഒരു പ്രത്യേകത ഉള്ളത്, ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, എൻ്റെ കൂടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ. ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ചാനലിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു ഗ്രൂപ്പിന്റെ കൂടെ ട്രിപ്പ് ചെയ്യുന്നത്. അതും ഫുൾ, അതായത് മൊത്തം 22 ലേഡീസിന്റെ കൂടെയാണ് നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ പോകുന്നത് കോറൽ റൂട്ട്സ് എന്ന് പറയുന്ന ലക്ഷദ്വീപ് ബേസ്ഡ് ആയ ഒരു ട്രാവൽ ഏജൻസിയുടെ കൂടെയാണ്. നമ്മുടെ ഫ്ലൈറ്റ് അലയൻസ് എയർ ആണ്. ഈ അലയൻസ് എയർ എന്ന് പറയുന്നത് ഒരു ചെറിയ, അതായത് ഒരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റാണ്. ആകെ 70 സീറ്റ് ഇതിനകത്ത് സീറ്റിംഗ് കപ്പാസിറ്റി ഇല്ല കേട്ടോ. വളരെ ചെറിയൊരു ഫ്ലൈറ്റാണ്. പിന്നെ കൊച്ചി ടു അഗത്തിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ഒരു ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ഇപ്പം എല്ലാ ദിവസവും, നേരത്തെ അധികം ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പം ആൾക്കാരുടെ ഒരു തിരക്ക് കാരണം എല്ലാ ദിവസവും ഫ്ലൈറ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഇവരുടെ ഒരു സെക്കൻഡ് സർവീസും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ പോകുന്നത് മോർണിംഗ് 8:55 ഇവിടുന്ന് ഫ്ലൈറ്റിൻ്റെ ഡിപ്പാച്ചർ ടൈം. നമ്മളവിടെ അഗത്തിയിൽ 10:20 ആകുമ്പോൾ എത്തും. അതായത് 1.5 മണിക്കൂർ ട്രാവൽ. 1.5 മണിക്കൂർ കഴിയുമ്പോഴത്തേനും നമ്മൾ ലക്ഷദ്വീപിൽ എത്തിയിരിക്കും. നിങ്ങൾക്കറിയാമല്ലോ, ഇത് കേരള ബോർഡർ, അതായത് കേരള തീരത്ത് നിന്ന് ഒരു 440 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ലക്ഷദ്വീപിലേക്ക്. അതുപോലെ നമുക്ക് ലക്ഷദ്വീപിൽ പോകണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഫ്ലൈറ്റ്, അല്ലെന്നുണ്ടെങ്കിൽ ഷിപ്പ്. റോഡ് മാർഗം, ട്രെയിൻ മാർഗം ഒന്നും പോകാൻ പറ്റത്തില്ല. ഫ്ലൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കൊച്ചിയിൽ നിന്ന് മാത്രമേ ഫ്ലൈറ്റ് ഉള്ളൂ കേട്ടോ. അല്ലാതെ ഡയറക്റ്റ് ഫ്ലൈറ്റ് ഒന്നും ഇപ്പം അവൈലബിൾ അല്ല, പക്ഷേ ഇനി ഫ്യൂച്ചറിൽ വരും. പിന്നെ ഷിപ്പ് എന്ന് പറയുമ്പോൾ അതും കൊച്ചിയിൽ നിന്നാണ് ഷിപ്പും സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇത് കുറച്ചും കൂടെ ടൈം കൺസ്യൂമിങ് ആണ്. അതായത് ഇപ്പം നമ്മൾ ഫ്ലൈറ്റിൽ പോകുമ്പോൾ 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ അഗത്തിയിലെത്തും. പക്ഷേ ഷിപ്പിലാണെന്നുണ്ടെങ്കിൽ അതൊരു 14 മണിക്കൂർ തൊട്ട് 11 മണിക്കൂർ വരെ ടൈം എടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു എക്സ്പെൻസ് റേറ്റ് ബൈ ഫ്ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ 5,000 to 12,000, 13,000, അതൊക്കെ ആസ് പെർ ആ ഒരു ടൈമിൻ്റെ ഒരു തിരക്കും അതൊക്കെ അനുസരിച്ചാണ്. ഷിപ്പാണെന്നുണ്ടെങ്കിൽ 2,000 to 7,000 ആണ്. അത് നിങ്ങൾ ബുക്ക് ചെയ്യുന്ന ബർത്തിനനുസരിച്ചാണ്. അങ്ങനെ നമ്മൾ ലക്ഷദ്വീപ് എത്തിട്ടോ. അഗത്തി എയർപോർട്ടിലാണ്. വേണ്ടേ കുറേ ചങ്കത്തിമാരൊക്കെ ഉണ്ട് കേട്ടോ. ബാക്കിയുള്ളവരെല്ലാം നമുക്ക് അവിടെ വെച്ച് കിട്ടുമെന്ന് വിചാരിക്കും. ഇത് അവിടെ കണ്ടോ, അങ്ങ് ദൂരെ ടർക്കോയിസ് ബ്ലൂ കളറുണ്ടോ കടലിൻ്റെ. അപ്പം ഈ അഗത്തി എയർപോർട്ട് എന്ന് പറയുന്നത് ലക്ഷദ്വീപിൽ ആകെയുള്ളൊരു എയർപോർട്ടാണിത്. ആകെയുള്ളൊരു എയർപോർട്ടാണിത് മാത്രമല്ല, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ചെറിയൊരു എയർപോർട്ടാണ്. ഇപ്പം നിങ്ങൾക്കറിയാലോ, ലക്ഷദ്വീപ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ കേന്ദ്രഭരണ പ്രദേശമാണ്. അതായത് യൂണിയൻ ടെറിട്ടറിയാണ്. യൂണിയൻ ടെറിട്ടറിയിൽ തന്നെ ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറിയാണ്. ഇവിടെ മൊത്തം 36 ഐലൻഡ്സ് ആണുള്ളത്. ഈ ഒരു ഫ്ലൈറ്റിലാണ് നമ്മൾ വന്നത്. ഇതിനകത്ത് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കരുതെന്നൊക്കെ ഭയങ്കര റെസ്ട്രിക്ഷൻസ് ആയിരുന്നു കേട്ടോ. നമ്മൾ കൊച്ചിയിൽ നിന്ന് കയറിയപ്പോൾ ആകെ ഇവിടെ ഈ ഒരു ഫ്ലൈറ്റ് മാത്രമേ കിടക്കുന്നുള്ളൂ. ഇവിടെ ആകെ ഒരു സർവീസ് മാത്രമേ ഉള്ളൂ, അത് കൊച്ചിക്കുള്ള ഫ്ലൈറ്റാണ്. പിന്നെ ഈ 36 ഐലൻഡിൽ ആകെ 10 ഐലൻഡിൽ മാത്രമേ ജനങ്ങൾ താമസിക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ എന്ന് വെച്ചാൽ സ്റ്റിൽ വിർജിൻ ഐലൻഡ്സ് ആണ്. അതേപോലെ തന്നെ ഇതിനകത്ത് കുറച്ച് ഐലൻഡുകളിൽ ടൂറിസം ബേസിൽ ആൾക്കാർക്ക് പോകാനുള്ള പെർമിഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ ഇന്ത്യയുടെ പവിഴപ്പുറ്റുകളുടെ നാട്ടിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഇറങ്ങി വരുമ്പോഴേ ഇങ്ങനെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, അഗത്തി എയർപോർട്ട്, ദ ഗേറ്റ് വേ ടു ലക്ഷദ്വീപ്. ഇവിടെ നിന്നിട്ട് എല്ലാവരും സെൽഫി ഒക്കെ എടുക്കണം കേട്ടോ. നമ്മൾ ഇങ്ങനെ സെൽഫി എടുക്കാൻ പോവാണ്. ഇപ്പം ഇവിടുത്തെ വെതർ 29 ഡിഗ്രി ആണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ്, കേരളത്തിലെ ഓൾമോസ്റ്റ് വെതറാണ്. സെയിം ട്രോപ്പിക്കൽ വെതറാണ് ഇവിടെയും. അവിടെ ചൂടുള്ളപ്പോൾ ഇവിടെയും ചൂടായിരിക്കും, അവിടെ മഴയുള്ളപ്പോൾ ഇവിടെയും മഴയായിരിക്കും. ഇപ്പോൾ ഈ പുറകിൽ വന്നവരും ഈ മുന്നേ പോകുന്നവരും എല്ലാം നമ്മുടെ ആ ഫ്ലൈറ്റിനകത്ത് വന്നവരാണ് കേട്ടോ. മൊത്തം ഇത്രയും പേരേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഈ എയർപോർട്ടിനകത്ത് ഒരു ഓഫീസിനകത്ത് കയറി നിൽക്കാൻ കേട്ടോ. ഇവിടെ ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു സംഭവം ഉണ്ട്. ഇതെന്ന് പറയുന്നത് പെർമിറ്റാണ്. അതായത് ലക്ഷദ്വീപിലേക്ക് നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പെർമിറ്റ് നമുക്ക് കിട്ടിയാലും മാത്രമേ ഇങ്ങോട്ട് എൻട്രി കിട്ടത്തുള്ളൂ.
അപ്പോൾ അത് ഇവിടുത്തെ ഓഫീസിനകത്ത് എല്ലാവരും വന്നിട്ട് എൻട്രി സീൽ ചെയ്യുന്ന അതിനുള്ളൊരു തിരക്കാണ് ഇവിടെ. അതായത് നമ്മൾ ഈ ഇൻ്റർനാഷണൽ കൺട്രീസിലൊക്കെ പോകുമ്പോൾ നമുക്ക് എമിഗ്രേഷനിൽ എൻട്രിയും എക്സിറ്റും ഒക്കെ നമുക്ക് പാസ്പോർട്ടിനകത്തൊക്കെ സീൽ ചെയ്യണ്ടേ, സെയിം ഇത് തന്നെയാണ്. നമ്മൾ എയർപോർട്ടിൽ നിന്ന് എക്സിറ്റ് ചെയ്യുമ്പോഴുള്ള കാഴ്ച ഉണ്ടോ, അടിപൊളിയല്ലേ? അതായത് നമ്മുടെ ഈ എയർപോർട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇവിടെയാണ് പുറപ്പെടൽ, ഡിപ്പാർച്ചറൊക്കെ എഴുതിക്കുന്നുണ്ടോ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളി സീ വ്യൂ ആണ് കേട്ടോ. എന്താ രസം എന്നൊക്കെ. ഉണ്ടോ നല്ല പഞ്ചാര മണൽ കിടക്കുന്നുണ്ടോ. അപ്പം ഞാൻ നേരത്തെ നമ്മുടെ എയർപോർട്ടിനകത്ത് പെർമിറ്റ് അവിടെ എന്താ പറയുക വെരിഫൈ ചെയ്യുന്നതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലേ. നിങ്ങൾക്ക് അറിയാമല്ലോ, ലക്ഷദ്വീപ് എന്ന് പറയുന്നത് ഇവിടെ ക്രൈം ഫ്രീ ആയിട്ടുള്ള സ്ഥലമാണ്. അതായത് ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ പോലീസ് ക്ലിയറൻസ് ഒക്കെ വാങ്ങിച്ച് അത് വെച്ച് ഇവിടെ പെർമിറ്റിന് അപ്ലൈ ചെയ്ത് ആ പെർമിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങോട്ട് വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ നേരത്തെ ഓഫീസിനകത്ത് വെച്ച് സീൽ ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടത്. അതേപോലെ ഇനി നമ്മളിവിടുന്ന് എക്സിറ്റ് ചെയ്യുമ്പോഴും ഇതേ സെയിം പ്രോസസ്സ് തന്നെയുണ്ട്. അപ്പോൾ അത് ഈ നിൽക്കുന്നവരൊക്കെ നമ്മുടെ കൂടെ വന്നവരാണ്. ഹലോ, ഹായ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പരിചയപ്പെടാം അല്ലേ. ഇപ്പം കുറച്ച് ആൾക്കാരെ കാണിക്കാം. നിങ്ങളെല്ലാവരും മലയാളീസാ? മലയാളിയാണോ? ഷീസ് ഫ്രം ബാംഗ്ലൂർ. ഷീസ് ബാംഗ്ലൂർ. ആൻഡ് യുവർ നെയിം? സ്മിത. ആൻഡ് യു ഓൾസോ ഫ്രം ബാംഗ്ലൂർ? ജോസ്ന. എനിക്ക് തോന്നുന്നു ബാക്കി ഓൾമോസ്റ്റ് എല്ലാവരും മലയാളീസാണ് കേട്ടോ. അപ്പം നമുക്ക് ബട്ടർഫ്ലൈസ് അടിച്ചു പൊളിക്കാം. എന്നെ ആരും മഞ്ഞിക്കിടത്തില്ലല്ലോ ബട്ടർഫ്ലൈസ് എന്നൊക്കെ പറയുന്നതിന്. അപ്പം നമ്മുടെ കൂടെയുള്ള ബാക്കി ബട്ടർഫ്ലൈസ് ഒക്കെ അതേ നടന്നു പോവാണ് കേട്ടോ. ഹായ്, യുവർ മുജാവർ ആൻഡ് അതെ റഷീദ്, രണ്ടുപേരുണ്ട്. ഇവർ രണ്ടുപേരാണ് നമ്മുടെ കോറൽ റൂട്ട്സിൻ്റെ ബാക്ക് പില്ലേഴ്സ്. ബാക്കി ബട്ടർഫ്ലൈസ് ഒക്കെ കുറേ ഇവിടെ നിൽപ്പുണ്ട്. അവരൊക്കെ ഇവിടെ നിന്നിട്ട് അഗത്തി ബാക്ക്ഗ്രൗണ്ടിൽ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഹലോ, hi. Hi Naina, how are you? Fine, good. And this is Megha from Kochi. Hello advocates. നിങ്ങൾക്ക് കോടതിയിൽ പണിയൊന്നുമില്ല എന്നിട്ടാണോ നിങ്ങൾ? എൻ്റെ കേറാം. നിങ്ങൾ എവിടെ? തൃശ്ശൂരിന്ന് അല്ലേ? ഓക്കെ. അപ്പം നമുക്ക് എല്ലാവരെയും ഡീറ്റെയിൽ ആയിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ സമയം അനുസരിച്ച് പരിചയപ്പെടാം കേട്ടോ. അപ്പോൾ നമ്മൾ 3 days സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് ഇവിടെയാണ്. ടൂറിസ്റ്റ് ഹോംസ്, അഗത്തി, ലക്ഷദ്വീപ്. ഇവിടെ കണ്ടോ കംപ്ലീറ്റ് തെങ്ങ് നിൽക്കുന്നുണ്ട്. വന്നപ്പോഴേ എല്ലാവരും ഇത് കരിക്കിൻ വെള്ളമാണ് കേട്ടോ. നിങ്ങൾക്കറിയാലോ ലക്ഷദ്വീപും തെങ്ങും തേങ്ങയായിട്ടൊക്കെ ഉള്ളൊരു എന്താ പറയുക ഇരിപ്പോശം എങ്ങനെയാണെന്നുള്ള കാര്യം. കണ്ടോ ഇവിടെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന, അതായത് കാർഷികോൽപാദനം എന്ന് പറയുന്നത് തേങ്ങയാണ്. ഇളനീര് കഴിക്ക്. സ്റ്റോ കിട്ടിയില്ല. നിങ്ങൾ ഇത്ര നാള് കേരളത്തിലെ കരിക്കും വെള്ളമല്ലേ കുടിച്ചിട്ടുള്ളേ? ലക്ഷദ്വീപിലെ കുടിച്ചിട്ട് എന്താ ഡിഫറൻസ് എന്ന് പറയണം കേട്ടോ. ഓക്കെ. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് അല്ലേ? ഇത് കേരളത്തിലെ കരിക്കും വെള്ളം അല്ല കേട്ടോ, സംഭവം ഉഷാറാണ്. ഉണ്ട്, നല്ല ഇളം കാമ്പാണ്. അഗത്തിയിൽ ഇത് വളരെ ചെറിയൊരു ഐലൻഡാണ് കേട്ടോ. അഗത്തി എന്ന് പറയുമ്പം ആകെ 6 കിലോമീറ്റർ വീതിയും 1 കിലോമീറ്റർ നീളമുള്ള ഒരു ഐലൻഡാണ് ലക്ഷദ്വീപിലെ. അപ്പോൾ ആലോചിച്ച് നോക്കുക, ഇവിടെ എത്ര ആൾക്കാരുണ്ടെന്ന്. ആകെ 7700 പേര് മാത്രമേ ഇവിടെ താമസമുള്ളൂ. അത്രയും ചെറിയൊരു ഐലൻഡിലാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ. പക്ഷേ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന ലക്ഷദ്വീപിലെ ഒരു ഐലൻഡും കൂടിയാണ് അഗത്തി എന്ന് പറയുന്നത്. ഇനി ഈ 36 ഐലൻഡുള്ള ലക്ഷദ്വീപിൽ മൊത്തം എത്ര ആൾക്കാരുണ്ടെന്ന് അറിയാമോ? നിങ്ങൾക്ക് അറിയാമോ എത്ര ഉണ്ടെന്ന്? അറിയാം, അവർക്ക് മലയാളിയല്ലേ. പറയാമോ ലക്ഷദ്വീപിൽ മൊത്തം എത്ര പേരുണ്ടെന്ന് അറിയാം? എത്ര ആൾക്കാർ താമസിക്കുന്നുണ്ടെന്ന് അറിയാമോ? കിസ് അറിയില്ല. 65,000 ഓൾമോസ്റ്റ് അത്രയേ ഉള്ളൂ കേട്ടോ. അത്രയും ചെറിയ ഐലൻഡാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറിയാണ്. ഇപ്പം മനസ്സിലായില്ലേ? അതാണ്.
അപ്പോൾ ഇവിടെ എല്ലാവർക്കും റൂം അലോക്കേഷൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ എൻ്റെ റൂം ഇതാണ്. ഷെയറിങ് റൂമാണ് എല്ലാവർക്കും കേട്ടോ. അതായത് ഒരു റൂമിൽ 2 പേരാണ് ഷെയർ ചെയ്യുന്നത്. അപ്പം നമ്മുടെ റൂമിൻ്റെ ഫെസിലിറ്റി ഇങ്ങനെയാണ്. ഒരു ചെറിയ ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട്, പിന്നെ AC ഉണ്ട്, അതേപോലെ 2 ഫാൻ. ഇത് വാഷ്റൂം ഏരിയ. ഇത് ഇവിടെ ഒരു ചെറിയ കബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് ബാത്റൂം ഫെസിലിറ്റി. ഇപ്പം നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. എന്താണെന്നറിയോ, ഇതിൻ്റെ 2 സൈഡും, അതായത് ഇതിന് ഇങ്ങനെ സർക്കിൾ പോലെ കടലാണ്. ഇതിൻ്റെ ഈ ലെഫ്റ്റ് സൈഡിലും കടലാണ്, റൈറ്റ് സൈഡിലും കടലാണ്. സൺറൈസ് നമുക്ക് ഈ സൈഡിൽ കാണാം, അതേപോലെ സൺസെറ്റ് ആ സൈഡിലും കാണാം. സമയം ഒരു 12:30 ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈവനിങ് 4 മണിക്കാണ് വെളിയിൽ പോകാനുള്ള സമയം. അതായത് 4 മണിയാകുമ്പോഴത്തേനും റെഡി ആയിട്ടിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അഗത്തിയിൽ സൈറ്റ് സീയിങ് ആണ് ഇനി ബാക്കി കാഴ്ചകളെന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊന്ന് ഫ്രഷായി ലഞ്ചൊക്കെ കഴിച്ചിട്ട് റെഡി ആയിട്ടിരിക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു പാക്കേജ് എന്ന് പറയുന്നത് ഇത് കൊച്ചി ടു കൊച്ചി പാക്കേജാണ് കേട്ടോ. കൊച്ചി ടു കൊച്ചി എന്ന് പറയുമ്പം നമ്മൾ ഫ്ലൈറ്റാണ്, 2 വേ ഫ്ലൈറ്റാണ്. അത് കൊച്ചിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരികെ കൊച്ചിയിലെത്തുന്ന ഒരു പാക്കേജാണ്. അപ്പോൾ ഇതിനകത്ത് ഓൾ മീൽ ഇൻക്ലൂഡ് ആണ്. ഓൾ മീൽ എന്ന് പറയുമ്പോൾ മോർണിംഗ് ടീ, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, പിന്നെ ഈവനിങ് ടീ ആൻഡ് സ്നാക്സ്, അങ്ങനെ ഫുൾ ഒരു പാക്കേജായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്.